ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ഇത്തവണത്തെ ചെറിയ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അത്തപ്പൂക്കളൊക്കെ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത്തവണ ആ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. കാരണം ഞങ്ങളിവിടെ ബിസിയാണ്. അപ്പോൾ അത്തപ്പൂക്കളം ഇട്ടത് ചേട്ടായി കണ്ണിട്ടുകയും ചെയ്യാൻ കേട്ടോ. പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയിലൊക്കെ പോകണം. പള്ളിയിലും ഓണം സെലിബ്രേഷൻസും ഓണം ഗെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം ഔട്ട്ഫിറ്റ്. എഫ്രൂട്ടിന് ആദ്യമായിട്ടാട്ടോ മുണ്ടൊക്കെ എടുക്കുന്നത്. അവൻ്റെ ജനിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ ഓണം ആണെങ്കിലും ഇത്തവണയാണ് ശരിക്കും ഓണമൊക്കെ ഒന്ന് ആഘോഷിക്കാനൊക്കെ പറ്റിയത്. കാരണം കഴിഞ്ഞ തവണ അവൻ ജനിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളായിരുന്നവളെ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് മാവേലി മഞ്ഞൻ്റെ വരവോടുകൂടി പള്ളിയിലെ ഓണം സെലിബ്രേഷനൊക്കെ തുടങ്ങി. എഫ്രൂട്ടിന് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള രൂപമൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനോർത്ത് അവന് ഭയങ്കര പേടിയായിരിക്കില്ല. പക്ഷെ അവന് ഒരു പേടിയില്ലായിരുന്നു. അവൻ മാവേലിയുടെ അടുത്ത് പോവുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ തിരുവാതിര കളിയോടുകൂടി ഓണം സെലിബ്രേഷനൊക്കെ ആരംഭിച്ചു. പിന്നെ ഓണം ഗെയിംസുകളായിരുന്നു കേട്ടോ. വടംവലിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ സദ്യക്കൊന്നും നിന്നില്ല. കാരണം ഞങ്ങളുടെ ആൻറ്റിയുടെ അവിടെ ഞങ്ങൾക്ക് സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പിന്നെ സദ്യ ഉണ്ടാകാൻ വേണ്ടി പോയി. ഇപ്പം ഞാനൊരു അത്തപ്പൂക്കളത്തിൽ ഹാപ്പി ഓണം എഴുതിയിട്ടുണ്ട്. കണ്ടാണ് കണ്ട ഇത് ഞങ്ങളുടെ ഓണർ ആൻറ്റി അങ്കിളും ഇട്ടേ. പിന്നെ അവരുടെ കൂടെയുള്ള ചേച്ചി എന്താ ഇതെന്താണ് സൂപ്പർ സദ്യയും അടപ്രഥമയും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ പിള്ളേരുടെ വക ഓണക്കളികളായിരുന്നു കേട്ടോ.
ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചെറിയ ഓണവിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.